മാധവിയും മമ്മൂക്കയായിരുന്നു അതിലെ നായകനും നായികയും. ശ്രീനിവാസനായിരുന്നു എനിക്ക് തോന്നുന്നു അതിൻ്റെ സ്ക്രിപ്റ്റ്, മോഹൻ്റെ സംവിധാനം. വാസ്തവത്തിൽ ഒരു കഥ ഒരു നുണക്കഥ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധേയമായ ചിത്രമാണ്. ഒന്ന്, ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു തിരക്കഥാകൃത്ത് ജനിക്കുന്നത് ഈ പടത്തോടെയാണ്. മോഹൻ ശ്രീനിവാസനെ കൊണ്ട് എന്നുവെച്ചാൽ ഒരു അസിസ്റ്റൻ്റായിട്ട് നിർത്തിക്കൊണ്ട് മോഹൻ്റെ പടങ്ങളുടെയൊക്കെ രീതി അങ്ങനെയാണ്. മോഹനുമായി ഇരിക്കും, മോഹൻ ഡയലോഗ് ഇങ്ങനെ ഡിസ്കസ് ചെയ്യും, മോഹൻ പറയുന്നതനുസരിച്ച് എഴുതുക, അടിമ പോലെ. സ്വന്തമായിട്ടുള്ളൊന്നും പുള്ളി അക്സെപ്റ്റ് ചെയ്യില്ല. ജോൺ ബോൾ ആണെങ്കിലും ആരാണെങ്കിലും, ഇപ്പോൾ ഉദാഹരണത്തിന് നീ അങ്ങോട്ട് പോകൂ എന്ന് കാമുകൻ കാമുകിയോട് പറയുന്നൊരു ഡയലോഗ് ഉണ്ടെന്നിരിക്കട്ടെ. ഇത് ജോൺ ബോൾ വായിച്ച് കേൾപ്പിക്കുന്നു, നീ അങ്ങോട്ട് പോകൂ. അപ്പുറത്ത് ഡയറക്ടർ മോഹൻ ഇരിക്കുകയാണ്, മോഹൻ അത് കേൾക്കുന്നു. മോഹൻ കുറച്ചു നേരം കഴിഞ്ഞ് പറയുന്നു അത് വേണ്ട. ആപ്റ്റാണെന്നുള്ള ധാരണയിലിരുന്ന ജോൺ ബോളിന് നിരാശയായി. പിന്നെന്താണ്, പകരം മോഹൻ ചോദിക്കുന്നു, എന്താണെങ്കിലും എഴുതിയത് നീ അങ്ങോട്ട് പോകൂ, കുഴപ്പമില്ല അത് തന്നെ ആയിക്കോട്ടെ. ഇങ്ങനെയാണ് പുള്ളിയുടെ ഒരു രീതി. ചില കാര്യങ്ങൾക്ക് പുള്ളി വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെങ്കിലും ഈ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പുള്ളിക്ക് പറ്റാത്തത് കൊണ്ട് ആ പറയേണ്ട സംഭവം പുള്ളി അങ്ങ് അക്സെപ്റ്റ് ചെയ്യും. മോഹനെ വളരെ അടുത്തറിയാവുന്നവർക്കറിയാം. പക്ഷേ മോഹൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് പിന്നീട് ഈ എഴുത്തുകാരന് മനസ്സിലാവും. അതുകൊണ്ട് അയാൾ ആ ഉദ്ദേശിക്കുന്ന സംഭവം എഴുതി കൊടുക്കുമ്പോൾ മോഹൻ സാറ്റിസ്ഫൈഡ് ആകും. മോഹനത് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള അറിവില്ലാത്തതുകൊണ്ടാണ് സംഭവിക്കുന്നത്. നേരെ മറിച്ച് ഒരു കഥ നുണക്കഥയിൽ ശ്രീനിവാസൻ ഭംഗിയായിട്ട് എഴുതുമെങ്കിലും ശ്രീനിവാസൻ്റെ സ്ക്രിപ്റ്റിലെ ഓരോ പേജും മോഹൻ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഷൂട്ട് ചെയ്യൂ. വലിയ വ്യത്യാസമൊന്നുമില്ലെങ്കിലും അങ്ങനെ ഒരു അടിമവേല പോലെയാണ് ഞാൻ കണ്ടിട്ടുണ്ട്. ശ്രീനിവാസൻ ഇങ്ങനെ പിന്നാലെ നടന്ന് പുള്ളി അഭിനയിക്കുന്നുണ്ട്.